ഓക്കെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി പ്രഭാകരേട്ടൻ നമ്മളെ വീട്ടിലിങ്ങനെ പണിയെടുക്കുന്നുണ്ട്. എന്താ പണിയെടുക്കുന്നതെന്നുള്ളത് വീഡിയോ മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു അലമാര ഉണ്ടാക്കുന്നതാണ്. ഒന്ന് അടുക്കളയിലേക്കും ഒന്ന് പിന്നെ ഡൈനിങ് റൂമിലേക്കും, അങ്ങനെ 2 അലമാര ഉണ്ടാക്കുന്നതാണ്. ഈ അലമാര ഉണ്ടാക്കുന്നതും അലമാരയുടെ വർക്കുകളും ഒക്കെ ഇങ്ങനെ എന്തിനാ ഇട്ടിട്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ചിലരുടെ മനസ്സിലുണ്ടാവും. പിന്നെ ഞാൻ മുമ്പേ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതേ ഒരു എന്താ പറയുക, ഇതേ തന്നെ വീഡിയോ ഇട്ടത്. ഏത് വീഡിയോ എന്ന് വെച്ചാൽ ഫർണിച്ചർ ഇങ്ങനെ പണിയെടുക്കുന്നതൊക്കെയാണ്. അപ്പോൾ അത് പാട്ടായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ എന്താ ഇതിങ്ങനെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എന്താ പറയുക, എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കണം എന്നില്ലല്ലോ. ഇപ്പോൾ എനിക്ക് പ്രഭാകരേട്ടൻ്റെ കൂടെ ഞാനിപ്പോൾ ഇൻറ്റീരിയൽ വർക്ക് പഠിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. അപ്പോൾ പ്രഭാകരേട്ടൻ്റെ കൂടെ പോയിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പ്രഭാകരേട്ടൻ നമ്മളെ വീട്ടിൽ വന്ന സ്ഥിതിക്ക് പ്രഭാകരേട്ടൻ എന്തെല്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സമയങ്ങൾ മാക്സിമം ഞാൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ എനിക്ക് ഒരു 2 തെയ്യമൊക്കെ ഒരു ദിവസം തെയ്യം കാണാൻ പോയിട്ടുണ്ട്. പിന്നെ പുറത്ത് അത്യാവശ്യമായിട്ട് 1-2 പ്രാവശ്യമൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു ഉച്ചവരെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഇങ്ങനെയൊക്കെ ഞാൻ ചെറിയൊരു സമയം കണ്ടെത്തിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം ഞാനിങ്ങനെ പ്രഭാകരേട്ടനിൽ നിന്നിങ്ങനെ പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു ഡോറിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോറൊക്കെ ആക്കി കഴിഞ്ഞ്, അപ്പോൾ ഡോറിന് ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ ഇത് ചെയ്യില്ലൊരു ഫിനിഷിങ് പോയിൻ്റ്, ഒരു ഇത് എന്താ പറയുക, റീപ്പർ പോലത്തെ ഒരു സാധനത്തിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നതാണ്. അപ്പോൾ പ്രഭാകരേട്ടൻ അത് അളന്ന് ഒരു വലിയൊരു സ്കെയിലുണ്ട്. ആ സ്കെയിൽ വെച്ച് പ്രഭാകരേട്ടൻ അളക്കും. അളന്നിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ മെഷീനിൽ വെച്ചിട്ട് ഈ മരം മുറിച്ചെടുക്കും. മരമല്ല, ചെറിയൊരു നീര്, അത് അതിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് 4 ഭാഗങ്ങളിലും. അപ്പോൾ ആ സ്കെയിൽ എങ്ങനെയാണ് വരക്കുന്നത് എന്നുള്ളതും എവിടെയൊക്കെ പോയിൻ്റ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഫെവിക്കോള്, എനിക്ക് ശരിക്കും അതിൻ്റെ ഏത് ഭാഗത്താണ്, പരന്ന ഭാഗത്താണോ ഏത് ഭാഗത്താണ്, എല്ലാം ഒരേ ഭാഗം പോലെയുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഏത് ഭാഗത്താണ് ഫെവിക്കോൾ ഒട്ടിക്കേണ്ടത് എന്നുള്ള കാര്യം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവ് തന്നെയാണ്. അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കുക, അറിയാത്ത കാര്യങ്ങൾ അറിയുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പ്രഭാകരേട്ടൻ്റെ അടുത്തുനിന്ന് ഇത് പഠിച്ചത്. മെഷീൻ ഒന്നും തൊടാൻ പ്രഭാകരേട്ടൻ വിട്ടിട്ടില്ല. പ്രഭാകരേട്ടൻ്റെ അടുത്ത് ഒരു ഹെൽപ്പർ വന്നായിരുന്നു. ഹെൽപ്പർ 2-3 കൊല്ലം ഉണ്ടായിരുന്നു. ആ ഹെൽപ്പർ തന്നെ ഇങ്ങനെ എന്താ പറയുക, മെഷീനോ ഒന്നും തന്നെ ഇങ്ങനെ തൊട്ടിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ സ്ക്രൂ വെക്കാനും അതുപോലെ തന്നെ സ്ക്രൂ അയച്ചെടുക്കാനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാ മെഷീൻ്റെയും പേരൊക്കെ പ്രഭാകരേട്ടൻ വളരെ മനോഹരമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ മെഷീനൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പ്രഭാകരേട്ടൻ എനിക്ക് തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വടിക്കഷ്ണത്തിൽ ഫെവിക്കോൾ തേക്കുന്നതാണ്. ഞാനിവിടെ ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്തൊന്നും പ്രഭാകരേട്ടൻ അറിയുന്നില്ല. പ്രഭാകരേട്ടൻ്റെ ജോലിയിൽ ഭയങ്കര മുഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഫെവിക്കോൾ തേക്കുന്നു, ആ മാർക്ക് ചെയ്തെടുത്ത് കറക്റ്റായിട്ട് ഒട്ടിച്ചതൊക്കെ തെറ്റാകുമ്പോൾ തെറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1, 2, 3, 4 ഒട്ടിക്കുമ്പോൾ ഏകദേശം ശരിയായി വരുന്നുണ്ട്. അങ്ങനെ കറക്റ്റായിട്ടുള്ള ആ വടി കഷ്ണത്തിൽ ഫെവിക്കോൾ തേക്കുന്നത്. ഫെവിക്കോൾ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് എന്നുള്ളത് തന്നെ ഞാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് ചെറുത് പറഞ്ഞാൽ ഈ ഫെവിക്കോൾ ഇതിന് മതി, മറ്റേ ഫെവിക്കോൾ അതിന് മതി എന്നൊക്കെ പറയുമ്പോഴാണ് ഫെവിക്കോൾ തന്നെ എന്താ പറയുക, അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് ഒരുപാട് സമയം അളന്ന് എടുത്ത് കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു പണിയാണെങ്കിലും അതിന്
സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഞാൻ ഉച്ചയ്ക്ക് ശേഷം പുറത്തു പോയി വന്നതായിരുന്നു. വന്ന ഡ്രസ്സിൽ തന്നെ ഞാൻ എന്ത് ചെയ്ത് പ്രഭാരേട്ടൻ്റെ കൂടെ ഇങ്ങനെ സഹായിച്ചതാണ്. പ്രഭാരേട്ടൻ തെറ്റുമ്പോഴൊക്കെ നല്ല പറയുന്നുണ്ട്. അത് പ്രഭാരേട്ടൻ മുമ്പേ സൂചിപ്പിക്കുകയും ചെയ്തിന്, തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഞാൻ പറയുന്നു, അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരോടും തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ചൂടാകുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് പ്രഭാരേട്ടൻ നോ അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് തെറ്റ് തിരുത്തുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിപ്പോൾ എല്ലാം അറിയുന്നതൊന്നുമല്ല ഞാൻ. പ്രഭാരേട്ടൻ എല്ലാം അറിയാം. അപ്പോൾ പ്രഭാരേട്ടൻ അറിയുന്ന പ്രഭാരേട്ടൻ അറിയാത്ത എന്നോട് തെറ്റിക്കൊണ്ടേ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇത് തെറ്റല്ലേ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാനിങ്ങനെ ഫെവിക്കോൾ ഇങ്ങനെ ഒട്ടിച്ച് കറക്റ്റായിട്ട് ആ ഒരു ഡോറിന് തന്നെ 4 വശത്ത് ഒട്ടിക്കാൻ അളവ് ഇത് മുറിച്ചെടുക്കൽ എല്ലാം ആയിട്ട് അങ്ങനെ കുറേ സമയങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ടൈം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന്. ആ മെഷീൻ ഉപയോഗിച്ചിട്ട് മുറിക്കുന്നതാണ്. മുറിച്ചിട്ട് തരും. മാർക്ക് ചെയ്യാനും മുറിക്കാൻ പ്രഭാരേട്ടൻ പറ്റിയിട്ടില്ല. വേണ്ട മുറിക്കേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ധൈര്യമുണ്ട് മുറിക്കാൻ. പിന്നെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ദിവസം തന്നില്ലെങ്കിലും പിറ്റേ ദിവസം എങ്ങനെയാണ് മുറിക്കേണ്ടത് എന്നുള്ളത് സൈഡ് ചരിച്ചിട്ട് മെല്ലെ ഒന്ന് തൊട്ടാൽ മതി, അപ്പോൾ തന്നെ മുറിയും. കൊണ്ട് തന്നിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നേട്ടാ. ഓക്കെ, അപ്പോൾ മുറിക്കാനൊക്കെ തന്നിട്ടുണ്ട്. അന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഹെൽപ്പർ വരെ ഇങ്ങനെ മുറിച്ചിട്ടില്ല, നീയാണ് ഇങ്ങനെ മുറിച്ചതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോൾ നമ്മൾ രണ്ടുപേരും നോക്കിയത് നായി കുരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഗേറ്റിന് വന്നാൽ നായി കുരക്കും. അതാ ഡെങ്കു ഓടി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണി തുടരുന്നതാണ്. കണ്ട അത് മുറിക്കുന്നതുണ്ട്. ആ മെഷീൻ ഉപയോഗിച്ചിട്ട് തെറ്റിട്ട് അങ്ങനെ മുറിച്ചെടുക്കുന്നതാണ്. ആ മെഷീൻ ഉപയോഗിച്ചിട്ട് ഞാനും അങ്ങനെ തെറ്റത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ഇപ്പം വന്നത്. എന്നിട്ട് ഈ സമയത്ത് ഞാൻ ഗേറ്റിനെന്തോ പിന്നെ ഡെങ്കിലേക്ക് വരച്ചത് കണ്ടു. ഞാനും ഡെങ്കിലും ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഓണ് തന്നെയാണ് ഉള്ളത്, ഓഫാക്കിയിട്ടില്ല. ഈ ക്യാമറ ഓഫാക്കാനിട്ടും മറന്നും പോയി. അപ്പോൾ പോയി വരുമ്പോൾ വരെ ഉള്ള ഷൂട്ടിങ്ങാണ് അവർ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത്.